അന്യസംസ്ഥാനത്ത് നിന്ന് MDMA എത്തിച്ച് ഹോട്ടലിൽ മുറിയെടുത്ത് വിൽപ്പന നടത്തുകയായിരുന്ന യുവാവും യുവതിയും പിടിയിലായി. ആലപ്പുഴ സ്വദേശിനിയായ സരിത, തൃക്കുന്നപ്പുഴ സ്വദേശിയായ സുഹൃത്ത് മുഹമ്മദ് ഷാഫി എന്നിവരാണ് കൊച്ചിയിലെ ഹോട്ടലിൽ പിടിയിലായത്. 94.032 ഗ്രാം MDMA ആണ് ഹോട്ടൽ മുറിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. എറണാകുളം സൗത്തിലെ ക്യൂ ഹോട്ടൽ ഇൻ എന്ന ലോഡ്ജിലെ മുറിയിലാണ് പ്രതികൾ കഴിഞ്ഞിരുന്നത്. മുഹമ്മദ് ഷാഫിയും സരിതയും ചേർന്ന് ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച് എറണാകുളത്തും ആലപ്പുഴയിലും വിൽപ്പന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ ബംഗളൂരുവിൽ നിന്ന് മടങ്ങിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പ്രതികളെ നിരീക്ഷിച്ചതും താമസിച്ചിരുന്ന മുറി കണ്ടെത്തി പരിശോധന നടത്തിയതും. പരിശോധന നടക്കുമ്പോൾ സരിത ആലപ്പുഴയിലേക്ക് MDMA വിൽക്കാനായി പോയിരുന്നു. സരിതയെ പിന്നീട് കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ആലപ്പുഴയിലെ വീട്ടിൽ MDMA ഉണ്ടെന്ന് പ്രതി പറഞ്ഞതനുസരിച്ചുള്ള പരിശോധനയിലാണ് 28.76 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. ഇതോടെ ആകെ പിടിച്ചെടുത്ത MDMAയുടെ അളവ് 94.032 ഗ്രാമായി. ഗ്രാമിന് 4000 രൂപ നിരക്കിലാണ് പ്രതികൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. ഒരു മൊബൈൽ ഫോണും ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച 17,770 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നവരും എക്സൈസ് നിരീക്ഷണത്തിലാണ്. എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ R അഭിരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയതും ലഹരി കണ്ടെത്തിയതും. മലയാളം ടെലിവിഷൻ, കൊച്ചി. അൽദാൻ അറേബ്യൻ ബേക്സ്, മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്. ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.